മൂന്നാറിൽ വൈദ്യുതി ബോർഡിന്റെ സ്ഥലത്ത് മൂന്നാർ സഹകരണ ബാങ്ക് നിർമ്മിക്കുന്ന ഹൈഡൽ പാർക്കിന് NOC നിഷേധിച്ച് റവന്യൂ വകുപ്പ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ NOC ഇല്ലാതെ നടത്തിയ നിർമ്മാണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ ലംഘനമാണെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എന്താണ് ഉണ്ടായത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, പദ്ധതി പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ വൻ നിർമ്മാണം നടക്കുന്നതായും മുദ്രപ്പുഴയാറിന്റെയും സമീപത്തെ മൂന്നാർ ചൊക്കനാട് റോഡിന്റെയും നാശത്തിന് ഇത് കാരണമാകുന്നതെല്ലാം ചൂണ്ടിക്കാട്ടി INTC മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് രാജാറാമാണ് 5 മാസത്തോളം മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ എല്ലാം ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ദേശീയപാത 85-നും മുദ്രപ്പുഴയാറിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഹൈഡൽ ഉദ്യാനത്തിന്റെ ഒരു ഭാഗം CPM ഭരിക്കുന്ന മൂന്നാർ സർവീസ് സഹകരണ സംഘത്തിന് M.M. മണി മന്ത്രി എന്ന കാലത്ത് ദീർഘകാല പാട്ടത്തിന് നൽകിയിരുന്നു. മൂന്നാറിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് സംഘം അനുമതിയൊന്നും വാങ്ങാതെ ഇവിടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനെതിരെയാണ് രാജാറാം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ ഇരു കക്ഷികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തിയെങ്കിലും തീരുമാനം സർക്കാരിന് വിടുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരിക്കുന്ന ഇത്തരത്തിൽ ജയതിലകിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഹിയറിംഗ് നടത്തിയാണ് സഹകരണ സംഘത്തിന്റെ അനുമതി അപേക്ഷ നിരസിച്ചിരിക്കുന്നത്. മൂന്നാർ പോലെ നിർമ്മാണ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വലിയ നിർമ്മിതി ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ ഉത്തരവ് വന്നതോടെ വിവാദമായ പാട്ടക്കരാർ തന്നെ റദ്ദാക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. സനീഷ്, ശരി, നന്ദി സാഗർ വിവരങ്ങൾക്ക്.